here. കുറേ കാലങ്ങൾക്ക് ശേഷം I'm seeing the beautiful girls again. I'm so glad. എൻ്റെ വിഷയം മിസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. The challenges faced by a teen girl. Teenagers എന്ന് പറയുന്ന ഒരു ജനറൽ കാറ്റഗറിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ ടീൻ ഗേൾസ് എക്സ്പെഷ്യലി ഒരു റിമോട്ട് ആയിട്ടുള്ള വില്ലേജ് കോളേജ് വിദ്യാഭ്യാസം നടത്തുന്ന പെൺകുട്ടികളെ അവരനുഭവിക്കുന്ന ടീനേജ് പ്രോബ്ലംസിനെ പറ്റിയിട്ടുമാണ്. The teenagers are going through the most precious and beautiful days of your life. Do you agree? Yes. Why? So I agree. Okay. But to be very truthful, you people are undergoing the most complex and complicated period of your life. ഒരു വിരോധാഭാസം ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മോസ്റ്റ് പ്രഷ്യസ് എന്നതും അതുപോലെ തന്നെ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുന്നതും ഒരു അവസ്ഥ തന്നെ ആയിരിക്കുക എന്നുള്ളത് ദാറ്റ് ഇസ് സംതിങ് സ്ട്രേഞ്ച്, റൈറ്റ്? യെസ്. അപ്പം ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കവിത ചൊല്ലാം. എനിക്ക് ഇങ്ങനത്തെ ഒരു അസുഖമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും എൻ്റെ സോഷ്യോളജി കുട്ടികൾ ഈ ഒരു സംഭവ വികാസം, ഈ ഒരു സാഹസം മിക്കവാറും അനുഭവിക്കുന്നതാണ്. പക്ഷെ ഗുരുഭക്തി കൊണ്ടാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അസഹ്യത മറച്ചു പിടിക്കാനുള്ള അവരുടെ കഴിവ് കൊണ്ടാണോ എന്നറിയില്ല. വേണ്ട വിഷയം പറയാറില്ല. ഇപ്പൊ എവിടുന്ന് ഒറ്റപ്പെട്ട സൗണ്ട് ഞാൻ കേട്ടു. എന്നിരുന്നാലും ഞാൻ പാടും. ഓക്കെ. ഞാൻ നല്ല ഗായിക അല്ലാത്തത് കൊണ്ട് തന്നെ എത്ര വെള്ളി വീണു എന്നുള്ളതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതിന്റെ ലിറിക്സിലാണ്. ഓക്കെ, ലിറിക്സ് മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ കടമനിട്ട രാമകൃഷ്ണനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ, ഹി ഈസ് എ ഗ്രേറ്റ് പോയിന്റ് ഓഫ് മലയാളം. അദ്ദേഹത്തിന്റെ കോഴി എന്ന് പറയുന്ന, ഐ ഹാപ്പി? നിങ്ങൾ ഉദ്ദേശിച്ച കോഴിയല്ല, തള്ളക്കോഴിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. തള്ളക്കോഴി. തള്ളക്കോഴി കുഞ്ഞിക്കോഴീനെ ഉപദേശിക്കുന്ന ഒരു 2-3 വരികളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫുൾ എനിക്ക് അറിയത്തുമില്ല, പിന്നെ അത് നമുക്ക് റിലവൻറ്റും അല്ല. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പോഴത്തെ പിള്ളേർ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. അമ്മച്ചിമാര് ഉമ്മമാരൊക്കെ ഇങ്ങനെ കോഴീനെ അടയിരുത്തുകയും വിരിയിപ്പിച്ചിറക്കുകയും പിന്നെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കഴുകിനൊന്നും കൊണ്ടുപോകാതെ, പരുന്തിനൊന്നും കൊണ്ടുപോകാതെ അതിനെ കാത്തു രക്ഷിക്കുകയും ചെയ്യും. ഈ അമ്മക്കോഴി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും കേട്ടോ. അമ്മക്കോഴി അതുവരെ പിന്നെ നല്ല ഇണക്കത്തിലൊക്കെ നമ്മുടെ അടുത്ത് വന്നിരുന്ന കൊത്തിപ്പറക്കി തിന്നിരുന്ന കോഴിയായിരുന്നു. പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ലെവൽ മാറി. ഒരു ജാതി നോട്ടമൊക്കെ നോക്കും അതിൻ്റെ അടുത്തോട് ചെല്ലുമ്പോൾ, അല്ലേ? പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ കോഴി കുഞ്ഞുങ്ങളെ ഈ തള്ളക്കോഴി കൊത്തി മാറ്റും, തന്നിൽ നിന്നും വേർപെടുത്തും. കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു കൊത്തി മാറ്റൽ രംഗമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ജസ്റ്റ് ലിസൺ. കുഞ്ഞേ തുള്ളാൻ സമയമില്ലിപ്പോൾ, വെയിലത്തു കാലുകൊള്ളുമ്പോൾ, എന്നും എന്റെ ചിറകിന്റെ കീഴിൽ നിന്നു നിന്റെ വയറു നിറയ്ക്കാം. എന്നൂ തോന്നുന്ന തോന്നല്ലു വേണ്ട, നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം. കാവിലെ കിളിപ്പാട്ടു കേട്ടിട്ടും പൂവു കണ്ടും പറന്നു ചെല്ലല്ലേ. കാട്ടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ടു കടിച്ചു പറിക്കും. കുഞ്ഞേ തുള്ളാൻ സമയമില്ലിപ്പോൾ, കാഞ്ഞ വെയിലത്തു കാലുകൊള്ളുമ്പോൾ. അന്നു ഞാനും ഉടപ്പിറന്നോരും
ഒന്നുപോലെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ കൊത്തി മാറ്റി ഒരിക്കൽ അതിൽ പിന്നെ എത്ര രാവിന്റെ തൂവൽ കൊഴിഞ്ഞു. ഇതാണ് ആ വരികൾ. ഓക്കെ. ടീനേജർ സ്വയം ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുകയും എന്നാൽ സമൂഹം അത് അംഗീകരിക്കുകയും ചെയ്യുന്നില്ല. പലപ്പോഴും മാതാപിതാക്കൾക്ക് നമ്മൾ വലിയവരാണ്, നിങ്ങൾ വലിയവരാണ്, ചില കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ ചെന്നിട്ടുണ്ടെങ്കിൽ കൊച്ചുവായിലെ വലിയ വർത്തനം പറയാതെ പോയി റെഡി അവിടെയെന്ന് പറയും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നീ വലിയ പെണ്ണായാലും നിങ്ങൾക്ക് അടങ്ങി നിർന്നൂടെ എന്നൊക്കെ ചോദിക്കുകയും അതേ വാഗോണ്ട് തന്നെ അമ്മ പറയും കൊച്ചു പിള്ളേര് ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചാലഞ്ചാണ് ഒരു ടീനേജർ, പൊതുവെ എല്ലാ ടീനേജേഴ്സും അനുഭവിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഒരുപാട് കാര്യങ്ങളാണ് ടീനേജിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇൻഡിപെൻഡൻസ്, സെൽഫ് സഫിഷ്യൻസി, കരിയർ, മാരേജ്, ന്യൂ ലൈഫ്, ന്യൂ ഡ്രീംസ്, ന്യൂ എക്സ്പെക്ടേഷൻസ് എന്നിങ്ങനെയുള്ള മധുരകരമായിട്ടുള്ള പുതുമയിലേക്ക് ഉയരുന്ന മനസ്സുമായിട്ട് എന്നാൽ ഞാൻ ഇപ്പോഴും കുട്ടിയാണല്ലോ എന്ന കൺഫ്യൂഷനോടെ നാളെ എന്ന സത്യത്തെ ഞാൻ മറികടക്കാൻ ഞാൻ പ്രാപ്തയാണോ എന്ന് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മനസ്സോടുകൂടെ, അല്ലെങ്കിൽ ചിലരെങ്കിലും നാളത്തെ കാര്യം നാളെ നോക്കാം എന്നുള്ള എന്താ പറയുന്നത് ലക്ഷ്യബോധമില്ലായ്മയോടെ, ചിലരാണെങ്കിൽ എന്താ പറയുമോ ഇതിനേക്കാളൊക്കെ ഞങ്ങൾക്ക് വലുത് വഴിവെക്കിലെ ആ ചുള്ളൻ ചെക്കനാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ സുന്ദരനാണ്, അല്ലെങ്കിൽ എൻ്റെ വരാനിരിക്കുന്ന പുതിയാപ്പിളയാണ് എന്നൊക്കെയുള്ള ചിന്തകളെ സമർത്ഥമായിട്ട് ഒളിപ്പിക്കുകയും അതിന്റെ മുകളിലൊരു മാസ്ക് ഫിറ്റ് ചെയ്തിരിക്കുകയും ചെയ്യാനല്ലോ അവിടെ. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളതെന്ന് എനിക്കറിയാം. എന്നാലും മക്കളെ, നിങ്ങളുടെ കൗമാരത്തെ കുറിച്ച് പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കൗമാരം എന്ന് പറയുന്ന സമയത്ത്, എക്സ്പെഷ്യലി അഡോളസന്റ് ഗേൾസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ജനറൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വേൾഡ് വൈഡ് ആയിട്ട് പറയാനുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ആർ കോൺസെൻട്രേറ്റിംഗ് ടു ദിസ് ലിറ്റിൽ വില്ലേജ് ഇൻ വിച്ച് വി ആർ ഡൂയിങ് അവർ എഡ്യൂക്കേഷൻ. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും എന്തൊക്കെ ചാലഞ്ചസ് ആണ് നേരിടുന്നത് എന്ന് ഒരു പ്രധാനപ്പെട്ട 4 നമുക്ക് പറയാം. പ്രധാനമായിട്ടും ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ സക്സസ്ഫുൾ ആവും എന്നുള്ള നമ്മുടെ ചിന്തയാണ്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ നിങ്ങൾക്ക്? ആക്ച്വലി ഉണ്ട് എന്ന് ആരും അംഗീകരിക്കില്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിലൊക്കെ അതുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരി ഒന്നും പഠിക്കാത്തവളാണ്, അല്ലെങ്കിൽ ഉഴപ്പത്തിയാണ്, ഞാൻ ഉഴപ്പത്തിയാണ് എന്നൊക്കെ നിങ്ങളങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ജയിക്കുമോ തോക്കുമോ, ഇവള് ജയിക്കുമോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ഇവള് ജയിക്കുമോ, എടി ജയിക്കില്ലല്ലോടി, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ സക്സസ്ഫുൾ ആവുക എന്നുള്ളത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സാം തന്നെയാണെങ്കിലും എക്സാമിലുള്ള വിജയം നമുക്ക് നേടിത്തരുന്നത് സത്യത്തിൽ ജീവിത വിജയം തന്നെയാണ് കേട്ടോ മക്കളെ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പം നമ്മുടെ പ്രയോറിറ്റീസ് മാറി പോവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ഇപ്പം പെർഫോമൻസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന സെഷനെ പോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ചേഞ്ചസ് നമ്മളെ ഒരുപാട് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൂഡ് സ്വിങ്സിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഇന്നലെ ഞാൻ എൻ്റെ ഒരു കൊളീഗ് ഇട്ടൊരു സ്റ്റാറ്റസ് കണ്ടിരുന്നു. ഒരു പൂവാണ്, പെട്ടെന്ന് ഈ ഭാഗത്തോട്ട് പോകുമ്പോൾ പൂവാടും, പിന്നെ പൂ ചേച്ചി, പിന്നെ ഓക്കെ. അപ്പം ഈ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ മനസ്സിന് പ്രീ മെൻസ്ട്രൽ ഫേസിലൊക്കെ ഉണ്ടാവുന്നത്. മൂഡ് സ്വിങ് എന്തിനെന്നറിയാത്തൊരു ടെൻഷൻ അല്ലേ? എല്ലാവർക്കും ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഉണ്ട്, എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ്, പുരുഷന്മാർക്കും ഉണ്ട് കേട്ടോ. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 2 പുരുഷ സിംഹങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മിസ് എന്തിനാന്നല്ല എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ പെണ്ണായി മാറുകയാണോ? പക്ഷെ അങ്ങനെയല്ല, എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ സ്ത്രീകളിലാണ് അത് കൂടുതൽ കണ്ടുവരുന്നത്. ഏറ്റവും വലിയൊരു ഗോയിങ് ഡീപ്പ് ഇൻ ടു ദാറ്റ് ടോപ്പിക്, വി ആർ കമ്മിങ് ബാക്ക് ടു അവർ അതർ ഇഷ്യൂസ്. നമ്മുടെ സക്സസ് എന്ന് പറയുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ പ്രയോറിറ്റിയിൽ നിന്നും, നമ്മുടെ മുൻഗണനാ ക്രമത്തിൽ നിന്നും നമ്മൾ ഡൈവേർട്ടായി പോകുമ്പോൾ ഉണ്ടാവുന്ന
ഓക്കെ, നമ്മുടെ മുൻഗണന ആക്ച്വലി എന്തിനാണ്? സ്റ്റഡീസിനാണെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ നിങ്ങളുടെ വീട്ടുകാർ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ കരുതുന്നില്ലല്ലോ, അല്ലേ? വീട്ടുകാർ അങ്ങനെ കരുതുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തിനാ അങ്ങനെ കരുതുന്നേ? വീട്ടുകാർ ഏതായാലും ഞങ്ങളെ ഒരു കെട്ടിച്ചൊന്ന് വിടും. ഇനി നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് പലതരത്തിലുള്ള ബിരിയാണി വെക്കാനൊക്കെ പഠിച്ചേക്കാം, പുതിയ പ്ലേന്റെ വീട്ടുകാരെ അങ്ങോട്ട് സന്തോഷിപ്പിച്ചേക്കാം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? പ്രശ്നത്തിൽ പെടാൻ സാധ്യതയുണ്ട്. കേട്ടോ, അവരൊക്കെ ഭയങ്കര ചർച്ചയിലാണ്. എത്ര തരം ബിരിയാണി വെക്കാൻ ആ കൊച്ചിന് അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ മോളെ ഇവിടെ ശ്രദ്ധിക്കുക. ടീച്ചർ ബിരിയാണി വെക്കാൻ പഠിപ്പിക്കുന്നില്ലെങ്കിലും സ്ഥിരം ബിരിയാണി വെപ്പുകാരെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് പ്രയോറിറ്റീസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്ത്രീ, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ +2-ൽ നിന്ന് ഇറങ്ങിയപ്പോൾ, നിങ്ങൾ അഡ്മിഷന് വേണ്ടി ഓടി നടന്നപ്പോൾ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ അഡ്മിഷൻ കിട്ടി, റെഗുലർ കോളേജിൽ അഡ്മിഷൻ കിട്ടി, നിങ്ങൾ വിചാരിച്ച ടോപ്പിക് കിട്ടി, അല്ലെങ്കിൽ സബ്ജക്ട് കിട്ടി, സ്കോപ്പുള്ള സബ്ജക്ട് കിട്ടി എന്നൊക്കെ വിചാരിച്ചപ്പോൾ, എന്നൊക്കെ മനസ്സിലായപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു എന്താ പറയുന്നത് മനസ്സുണ്ടല്ലോ, ആ മനസ്സ് നിങ്ങൾ കൈവിടാതെ നോക്കണം. ഏത് സർക്കംസ്റ്റൻസസ് നിങ്ങളെ ഹോണ്ട് ചെയ്താലും, ഏത് തരം സർക്കംസ്റ്റൻസസ്, അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, എഡ്യൂക്കേഷൻ ഇസ് ദ പവർ. അത് നമ്മളിൽ നിന്നും ഒരിക്കലും വിട്ടുപോകാത്തതാണ്. പുതിയാപ്പിളയുടെ സ്നേഹം ഹണിമൂൺ ഡേയ്സ് തീരുമ്പോഴത്തേക്കിന് എന്ന് പറഞ്ഞൊക്കെ വരും. ദാറ്റ് ഇസ് ഫ്ലക്ച്വേറ്റിംഗ്. നമുക്ക് അങ്ങോട്ടുള്ള സ്നേഹവും മനുഷ്യനെ കൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നു. എൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ കഴിയുമ്പോൾ ഷോ അതിനുണ്ട്. പരീക്ഷയുടെ തലേദിവസം മനുഷ്യനോട് ഗൾഫിൽ നിന്ന് എഴുതാൻ ആരെയും പറഞ്ഞേ എന്ന് തോന്നും. നോർമലി എല്ലാവർക്കും തോന്നും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ എന്താണ് എന്നും കണ്ടുകൊണ്ടിരുന്ന ബോറാണെന്നേ. നമുക്ക് ഫസ്റ്റ് ഇയർ വന്നു കഴിഞ്ഞപ്പോൾ ഡെഡി ആ ചെക്കനെ നോക്കി, ഈ ചെക്കനെ നോക്കുന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? പിന്നെ അമ്മ നമ്മൾ നോക്കാറുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? പിന്നെ ജൂനിയേഴ്സ് വന്നാൽ എങ്ങനെ നോക്കാനാ എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണെങ്കിൽ നമ്മൾ നോക്കാറുണ്ട്, അല്ലേ? ഇല്ലേ? അതൊക്കെ സത്യങ്ങളാണോ? ഇത് കടന്നു വന്നിട്ടല്ലേ കൂടെ എത്തിയത്, അല്ലേ? അപ്പൊ എനിക്കറിയാം അതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള അതേ മനോഭാവത്തോടു കൂടി നിങ്ങളുടെ പഠനത്തിനെ മറക്കരുത്. പഠനം മറക്കാതിരിക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കുക. അതിന് ഞാൻ കറേജിയസ് എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ജീവിത സന്തോഷങ്ങളെ ത്യജിക്കേണ്ട കാര്യവുമില്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ 100% ഇടുക. ആ സമയത്ത് നിങ്ങൾ എന്താ പറയുന്നത്, ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക, പ്രയോറിറ്റീസ് മറക്കാതിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം, ഏറ്റവും അന്തിമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫ് സഫിഷ്യൻസി നേടിയെടുക്കുക എന്നുള്ളതാണ്. ഒരു കർഷകന് പോലും ഒരു ഗതിയില്ലാത്ത നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അറിയാവോ നിങ്ങൾക്ക്? ഇന്ത്യയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് അഗ്രികൾച്ചർ. ഈവൻ ദോ our farmers are struggling in the street. അല്ലേ? വനിതാ ദിനത്തില് കുറച്ച് വനിതാ കർഷകര് പോയി സമരത്തിലേക്ക് വന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? പേപ്പറിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം ഈ ഒരു സിനാരിയോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇന്ത്യ രാജ്യത്ത് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ is going on, and in order to face that challenge we should be equipped. ഓക്കെ, അതാണ് ആദ്യത്തെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ വിചാരിച്ചാൽ മാത്രം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു ചാലഞ്ച് മാത്രമാണ്. ഓക്കെ, ഈ ചാലഞ്ചിൽ നിന്നും നിങ്ങൾ രണ്ടാമത്തെ ചാലഞ്ചിലേക്ക് പോകുമ്പോൾ, രണ്ടാമത്തെ ചാലഞ്ച് നല്ല രസകരമായിട്ടുള്ളൊരു ചാലഞ്ചാണ്. അമ്മ പറയുന്നതും അച്ഛൻ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന നമ്മൾ, അമ്മയായതുകൊണ്ട് പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ല എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്, അല്ലേ? നിങ്ങൾ ഫൈറ്റ് ചെയ്യാറില്ല അമ്മമാരുമായിട്ട്? കൂടുതലല്ലേ ഇപ്പൊ? പണ്ടിങ്ങനെ ആയിരുന്നോ? പോയിരുന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി വരും പഠിക്കാനായിട്ട്, കൈകാലം കഴുകി വേഗം പഠിക്കും. ഇപ്പോഴോ പഠിക്കാന്നേ. ഇനി ഞാനിപ്പോ ഇന്നിരുന്ന് പഠിച്ചിട്ട് എന്തെങ്കിലും നടക്കാൻ പോകുന്നുണ്ടോ?
എന്നൊക്കെ ചോദിച്ചാൽ അമ്മേനെ കൂടെ ഞെട്ടിക്കുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു കൊച്ചിനോട് അമ്മേനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവൻ അമ്മേനായിട്ട് 4 പൊരിക്കൽ എൻ്റെ മുന്നിൽ നിന്ന്. അതോടുകൂടെ ഞാൻ രണ്ടുപേരും പറഞ്ഞു വിട്ട്. കാരണം എന്താണെന്നറിയോ, ഈ കൊച്ച് ഈ അമ്മയോട് ഇങ്ങനെയാണെങ്കിൽ എന്താണ് ബാക്കിയുള്ളവരോട് എന്തൊക്കെ പറയുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഒരു പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരെയും ഞാൻ അങ്ങോട്ട് വിട്ടു എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ മാതാപിതാക്കളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ടൈമാണ് കൗമാരം എന്ന് പറയുന്നത്. അത് തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ മാന്യമായിട്ടുള്ള ക്വസ്റ്റ്യനിങ് എപ്പോഴും നല്ലതാണ്, അല്ലേ? നമ്മൾ പഴയതൊക്കെ കുറച്ച് മറന്നു പോകുന്നുണ്ടോ? കാറി കൂവി ഇങ്ങനെ പശുക്കിടാവിനെ ഇറക്കാൻ കൊണ്ടുപോകുന്ന പോലെ അംഗൻവാടിയിൽ പണ്ട് കൊണ്ടുപോയിട്ടുള്ളത് ആരാ? അമ്മയാണല്ലേ. ആ അമ്മയാണ് കേട്ടോ, അത് മറക്കരുത്. ആ അമ്മയെ നിങ്ങൾ മറക്കരുത്. ആ അമ്മയ്ക്ക് ചിലപ്പോൾ എന്തുണ്ടാവില്ല, നിങ്ങൾ വിചാരിച്ച പോലെയുള്ള ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഉണ്ടാവില്ല, ഭയങ്കരമായിട്ടുള്ള വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ തെറ്റുമായിരിക്കാം കേട്ടോ, തെറ്റുമായിരിക്കാം. പക്ഷെ നമുക്ക് അവയർനെസ് അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും അമ്മ അത് ശരിയല്ല എന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യരുത്, നിങ്ങൾ കഴിയുന്നത്ര ലൗഡായിട്ടുള്ള ആർഗ്യുമെന്റ്സിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഇത് ആക്ച്വലി നിങ്ങളുടെ ഹോർമോണാണ് പ്രവർത്തിക്കുന്നത്. എന്ത് കഴിച്ചിട്ട് അമ്മേനെ തെറി വിളിച്ചിട്ട് ഹോർമോണായിട്ടോ ഞാനല്ല എന്ന് പറയാൻ നിൽക്കല്ലേ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ടീച്ചർ പറഞ്ഞല്ലോ ഹോർമോണാണെന്ന്. അങ്ങനെയല്ല. ആ ഹോർമോണിനെയും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു മെന്റൽ സ്ട്രെയിനെയും ഒക്കെ നിങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പം പറഞ്ഞു പോയ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും, റിഗ്രറ്റ്സ് ഉണ്ടാവും. അത് നിങ്ങളുടെ പഠനത്തെയും നിങ്ങളുടെ അല്ലാത്ത ഹാപ്പിനെസ്സിനെയും ഒക്കെ ബാധിക്കും. അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അത്തരം രൂക്ഷമായിട്ടുള്ള പ്രതികരണത്തിലേക്ക് പോകാതെ, എന്നാൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് തന്നെ പ്രവർത്തിക്കണം എന്നാണ് ഞാൻ പറയുക. ഓക്കെ. പക്ഷെ ഈ പറഞ്ഞ പോലെ അവയർനെസ് അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം, ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷെ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അപ്പൊ നമുക്കൊരു കംഫർട്ട് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ നിന്ന് വഴക്ക് അടിച്ചൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമായിരിക്കും കോളേജിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലേ? അപ്പം ആ ഒരു ഇഷ്യൂ മാറ്റി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആവട്ടോ. എന്തായിരിക്കും അത്? യെസ്, വെരി ഗുഡ് ഗെസ്. പ്രണയം. ആക്ച്വലി ഐ എം നോട്ട് അഗെയിൻസ്റ്റ് പ്രണയം. പ്രണയം എന്നുള്ളതല്ല എൻ്റെ ടോപ്പിക്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇൻഫാക്ച്വേഷൻ ആസ് ട്രൂ ലവ്, ദാറ്റ് ഈസ് മൈ ടോപ്പിക്. എന്താണ് ആക്ച്വലി പ്രണയം? എന്താണ് പ്രണയം? ഒരു 2 വരി പറയുന്നു കേട്ടോ, പാടുന്നില്ല. അല്ല, ഇതിന്റെ ട്യൂൺ എനിക്ക് അറിയാൻ പാടില്ല. പാടാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ വെറുതെ വിടാറില്ല. പക്ഷെ ഇത് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഉള്ള് പൊള്ളിക്കുന്നതാകണം പ്രണയം, ഉടല് പൊള്ളിക്കുന്നതാകരുത് പ്രണയം. വളരെ റിലവൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. നിങ്ങൾ ആസിഡ് അറ്റാക്സിനെ പറ്റി കേൾക്കുന്നുണ്ട്. പാമ്പിനെ കൊണ്ട് കുത്തിച്ച് പുതിയ രീതിയിൽ കൊല്ലിക്കുന്നത് കാണുന്നുണ്ട്. വിഷം ഇഞ്ചിഞ്ചായിട്ട് കൊടുത്ത് കൊല്ലുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് പ്രണയമാണോ? പ്രണയമല്ല അത്. പ്രണയത്തിന് ഒരിക്കലും ഒരാളെയും ഉപദ്രവിക്കാൻ കഴിയില്ല. അപ്പം നിങ്ങൾ മനസ്സിൽ ഓർക്കുക, നിങ്ങളുടെ ഉള്ളു പൊള്ളിക്കാൻ പറ്റുന്ന പ്രണയം ശരിയായിട്ടുള്ള പ്രണയം തന്നെയാണെന്ന് വിശ്വസിക്കുക. അതേസമയം ഉടല് പൊള്ളിക്കുന്നിടത്തേക്ക് അവന്റെ അധികാരം നീളുന്നുണ്ടെങ്കിൽ അത് പ്രണയമല്ലെന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ല? എല്ലാവരിലും കുടികൊള്ളുന്നതും ആത്മാവിന്റെ ജീവവായുവുമാണ് പ്രണയം എന്ന് പറഞ്ഞാൽ അതിന് എക്സാജറേറ്റഡ് ആയിരിക്കാം ഒരു പക്ഷെ സത്യമാണത്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് അബൌട്ട് ട്രൂ ലവ് എന്ന് പറയുന്നതൊക്കെ വ്യത്യാസമുണ്ടാവും. When my generation was doing my graduation during the early 2000s, പതുക്കെ പറയട്ടെ, കുറച്ച് പ്രായമൊക്കെ ഉണ്ട്. ആ സമയത്ത് ഞങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് ഹാവിങ് എ ലവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഒബ്വിയസ്ലി വ്യത്യാസമുണ്ടാവും. അതേസമയം ഞങ്ങളുടെ പേരൻസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പ്രണയവും ഞങ്ങളുടെ കാലത്തെ പ്രണയവും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും, അല്ലേ?
പറ്റില്ല. എല്ലാ കാലത്തും തേപ്പും ഉണ്ട്, വാർപ്പും ഒക്കെ ഉണ്ട്. ഓക്കെ, ചിലർക്ക് കൊടുക്കാനും ചിലർക്ക് എടുക്കാനും താല്പര്യമുള്ള ഒന്നാണ് പ്രണയം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുപാട് ബിഹേവിയറൽ ഡിഫറൻസസ് ഉണ്ടാവാറുണ്ട് പ്രണയം നേടാൻ വേണ്ടി വെമ്പുന്ന മനസ്സിനും പ്രണയം നേടി കഴിഞ്ഞിട്ടുള്ള മനസ്സിനും. വളരെയധികം തീക്ഷ്ണതയോടുകൂടെ, ആരാധനയോടുകൂടെ, ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള വ്യഗ്രതയോടുകൂടെ നമ്മുടെ പിന്നാലെ നടന്നിരുന്നവരായിരിക്കില്ല വൺസ് പ്രണയം നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുണ്ടാവുക. ഒറ്റപ്പെട്ട യെസ്സുകൾ കേൾക്കുന്നുണ്ട്, അവിടെ ഇരിക്കട്ടെ. എല്ലാവരുടെ മനസ്സിലും ആ യെസ് ഉണ്ട്. സമ്മതിക്കാൻ മടിയാണെങ്കിൽ പോലും അത്തരം ഒരു യെസ് ഉണ്ട്. ആക്ച്വലി പിന്നീട് അധികാരത്തിന്റെയും അതുപോലെ തന്നെ ആധിപത്യവും അവകാശവും നേടിയെടുക്കാനും അത് പ്രകടമാക്കാനുമുള്ള ഒരുതരം പ്രതികാര ബുദ്ധിയുടെയും ഒക്കെ ഭാവത്തിലേക്ക് ആ പ്രണയം വഴിമാറുന്നു. അത് ആക്ച്വലി എന്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്? ആക്ച്വലി അത് സ്വാർത്ഥതയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അതായത് നല്ല ആകർഷണമാണ് പ്രണയം എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള എന്ന് പറയാൻ പറ്റില്ല, ആകർഷണമാണ്. ഓക്കെ, അപ്പം ഈ ആകർഷണം വൺസ് നേടിയെടുത്താൽ തീർന്നുവെങ്കിൽ എൻ്റെ പിള്ളേരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ദാറ്റ് ഈസ് നോട്ട് എ ട്രൂ ലവ്, ദാറ്റ് ഈസ് ഓൺലി ഇൻഫാക്ച്വേഷൻ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നിങ്ങൾ വൺസ് അങ്ങനെ ഒരു പ്രണയത്തിൽ പെട്ടു എന്നിരിക്കട്ടെ, ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. പക്ഷെ നിങ്ങൾക്ക് അതിന് എസ്കേപ്പ് ആവാട്ടോ. കാരണം ഒരു കർത്താവ് പോലെ കുറച്ച് സമയമാണ് കുരിശ് ചുമന്നിട്ടുള്ളത്. ഈ കുരിശ് ജീവിതകാലം മുഴുവൻ തുളത്ത് കയറിയിരിക്കുമെന്നേ. വലിയ ബുദ്ധിമുട്ടാണ് ഇറക്കി വിടാനായിട്ട്. കാരണം എന്താണ്, ഞാൻ ഓടിച്ചിട്ട് വളച്ചെടുത്ത ചെറുക്കനാത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എൻ്റെ പ്രയത്നത്തിന്റെ ഫലമാണ് ഇവിടെ ഇരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടിക്കുകയാണ്. വീട്ടുകാരോട് പറയാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടുകാരോട് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇതിനോട് സഹിക്കുക. ചേട്ടൻ എൻ്റെ കണ്ണ് കണ്ടാൽ വലിയ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ എന്റെ പണിയിലിപ്പോ എന്തോ ദീപിക പതുകൊണ്ട് കണ്ണ് കാണേണ്ടി, അതാ കണ്ണ് തീർന്ന പ്രണയം. അപ്പൊ മോളെ ഈ കണ്ണ് വേവിച്ചാല് നമുക്ക് ഭക്ഷണം ആവില്ല, നീ എന്തെങ്കിലും പണിക്ക് പോകുന്ന അവൻ പറയും. അപ്പൊ എന്തില്ല, അവന്റെ പിന്നാലെ നടന്ന ഐസ്ക്രീം തിന്ന സമയത്ത് നമ്മള് സപ്ലികൾ വാരി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സപ്ലികൾ നമുക്ക് എവിടെയും ജോലി നേടിത്തിരിക്കില്ല. നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനും അബദ്ധം പറ്റിയെങ്കിൽ തന്നെ അത് ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കാനും കഴിയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനോഹരമായിട്ടുള്ള ഒരു ബന്ധം ഉടലെടുക്കുന്നത് ഒരുവൻ തൻ്റെ പാർട്ട്ണർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകുമ്പോഴാണ്. അവളുടെ താല്പര്യങ്ങൾക്കും അവളുടെ വിദ്യാഭ്യാസത്തിനും അവളുടെ ഉയർച്ചയ്ക്കും അവൻ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അത് പ്രണയമാകുന്നുള്ളൂ. അവളുടെ സ്വപ്നങ്ങൾ അവൻ്റേത് കൂടി ആകുമ്പോഴാണ് അത് പ്രണയമാകുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 വരികളാണ്. സുഹൃതം എന്ന സിനിമയില് എന്നോടൊത്ത് കിനാവ് കണ്ടു ചിരിക്കും ഇരവുകളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് എന്നോടൊത്തുണരുന്ന പുലരികളെ, എന്നോടൊത്ത് കിനാവ് കണ്ട് ചിരിക്കും ഇരവുകളെ. അതിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അതായത് എൻ്റെ കൂടെ ഉണർന്നെഴുന്നേൽക്കുകയും എൻ്റെ കിനാവ് കണ്ട് ചിരിക്കുകയും ചെയ്യുന്ന പുലരിയെയും രാത്രിയെയുമാണ് കവി അവിടെ ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇരവിനെ പോലെയും ഈ പകലിനെ പോലെയും ആയിരിക്കണം ഒരു പാർട്ട്ണർ. ഇരവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇരുട്ടാണ്, രാത്രിയാണ് നമ്മൾ സ്വപ്നം കാണുകയും മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ട് ചിരിക്കുകയും ചെയ്യുന്നത്. അത്തരം ഒരു പുഞ്ചിരി എൻ്റെ മനസ്സിൽ, എൻ്റെ ചുണ്ടിൽ വിടർന്നാൽ അത് എൻ്റേതും കൂടിയാണ് എന്ന് അവൻ വിചാരിക്കുമ്പോൾ പ്രണയം വിജയിക്കുന്നു. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നീ ഇങ്ങോട്ട് പോകണ്ട, എൻ്റെ ഭാര്യ ജോലിക്ക് പോകണ്ട, എൻ്റെ ഭാര്യ ആളാൾ നോക്കിക്കഴിഞ്ഞാൽ എന്താന്ന് അറിയില്ല, നാട്ടിൽ പെണ്ണുങ്ങളില്ലാത്ത പോലെയാണ്. എൻ്റെ ഭാര്യ പുറത്തു പോകല്ലേ, എൻ്റെ ഭാര്യയുടെ കാല് കാണല്ലേ, എൻ്റെ ഭാര്യയുടെ കൈ, ഇവരുടെ കൈയും കാലം നീ തന്നെ കണ്ടാൽ മതി. ഇതൊന്നും അല്ല ഇവിടുത്തെ എന്താ പറയുന്നത് സ്നേഹത്തിന്റെ പ്രകടനം എന്ന് പറയുന്നത്. അവൾക്ക് സ്വാതന്ത്ര്യം നൽകണം. സാധാരണ ഏതൊരു സ്ത്രീയെയും പോലെ അവളും ജോലി ചെയ്യട്ടെ, അവൾ പഠിക്കട്ടെ, അവൾ ഉയരങ്ങൾ കീഴടക്കട്ടെ, അഭിമാനത്തോടുകൂടെ പുരുഷൻ അത് നോക്കിക്കാണട്ടെ.
പാരസ്പര്യമാണ്. അല്ലാണ്ട് ഒരു ഫെമിനിസം ഇവിടെ നിലനിൽക്കുന്നില്ല. സാറ് പറഞ്ഞതുപോലെ തന്നെ ഡിഫറൻസസ് ആർ ദേർ, ഇല്ലേ? സമത്വം എന്ന് വാദിക്കാൻ നല്ല രസമാണ്, പക്ഷെ ആ ഡിഫറൻസസ് ഉണ്ട്. തോളോട് തോൾ ചേർന്ന് ആ ഡിഫറൻസ് ഷെയർ ചെയ്യുമ്പോഴാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത്. അല്ലാതെ മുടിയൊക്കെ മുകളിലോട്ട് കെട്ടി വെച്ച് ഒരു വട്ടക്കണ്ണടയും വെച്ച് പറ്റുമെങ്കിൽ ഒരു ബുക്കെയും കിട്ടിയാൽ ആക്ടിവിസം പറയാം എന്ന് വിചാരിക്കുന്നതല്ല മക്കളെ ഫെമിനിസം. ഒരു 4 പാത്രം കഴുകിയിട്ടുണ്ടെങ്കിൽ സോപ്പിട്ട് കൈ മണപ്പിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കൊച്ചിന്റെ അപ്പി ആര് കഴുകും? അമ്മയല്ലേ കഴുകേണ്ടത്? കഴുകാറില്ലേ? ഉണ്ട്. പിള്ളേരൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ അങ്ങനെ കഴുകേണ്ടി വരും. നിങ്ങളുടേതും നിങ്ങൾ പെട്ടെന്ന് ഓടി വന്ന് കോളേജിൽ പോയി കോളേജ് ബ്യൂട്ടി ഒന്നും ആയിട്ടില്ല. കിടന്ന് ഉള്ളിക്കൊണ്ടിരുന്ന പിള്ളേരെ നിങ്ങളും. Do you agree? Yes. നിങ്ങൾ ഇത്തരത്തിലാക്കിയിട്ടുള്ളത് നിങ്ങളുടെ അമ്മയ്ക്ക് വളരെ ശക്തിയായ ഒരു സ്ത്രീയുടെ സ്ഥാനമാണുള്ളത്. അബലയുടെ സ്ഥാനമല്ല നമ്മളെല്ലാവരും കൊടുക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് നമ്മൾ മറക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്വാലിറ്റിക്ക് വേണ്ടി പുറകിൽ കൂട്ടുന്ന സമയത്ത് നമ്മൾ ഏൺ ചെയ്ത് കാണിക്കണം. നമ്മുടെ എബിലിറ്റീസ് നമ്മൾ പരിപോഷിപ്പിച്ചെടുത്ത് നമ്മൾ നല്ല രീതിയിൽ ഹൈലി പൊസിഷൻഡ് ആയിട്ട് കാണിക്കണം. അല്ലാതെ ഒരുത്തൻ അവിടെ നിന്ന് ചൂളം വിളിക്കുന്നതോടുകൂടെ അവിടെ അങ്ങോട്ട് തഴലിത ഗാത്രയാവുന്നുണ്ടെങ്കിൽ വെരി സോറി, യു ആർ റോങ്. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കിനും എല്ലാവരും ഓരോ സ്ഥലത്ത് പൊസിഷനിൽ ആയി പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് സമയമില്ല. ആക്ച്വലി ടീനേജിൽ നിങ്ങൾക്ക് പ്രണയിച്ച് നടക്കുകയും അടുത്ത സ്റ്റേജിൽ വന്ന് പഠിച്ച് പരീക്ഷ എഴുതുകയും ചെയ്യാൻ നടക്കില്ല. ആരൊക്കെ അനുവദിച്ചാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അനുവദിക്കില്ല കേട്ടോ. ഒരു പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ, അടുത്ത പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ. എക്സാം ഡ്യൂട്ടി എടുത്തിട്ട് തന്നെ ഞങ്ങൾക്ക് ഭ്രാന്ത്. അപ്പൊ പിന്നെ എഴുതുന്ന പിള്ളേരുടെ അവസ്ഥ എന്താണ്? അപ്പം മൈ ഡിയർ ബ്യൂട്ടിഫുൾ ഗേൾസ്, ഡു നോട്ട് ജമ്പ് ഇൻടു ഇൻഫാക്ച്വേഷൻസ്. ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. ആ വ്യക്തിയോട് ഒരു പെൺകുട്ടി അഭ്യർത്ഥന നടത്തുകയാണ്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നാണ് തിരിച്ചൊരു മറുപടി കിട്ടുന്നത്. എനിക്ക് ഇപ്പൊ ഒരു എന്താ പറയുന്നത്, ടീനേജറെ പ്രേമിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും അതിനുശേഷം വിവാഹപ്രായമായി കഴിഞ്ഞപ്പോൾ അവളുടെ അടുത്ത് വിവാഹ അഭ്യർത്ഥന നടത്തി ചെല്ലുകയും വീട്ടുകാരുടെ അടുത്ത് വിവാഹം ആലോചിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രൂ ലവ് തന്നെയാണ് കേട്ടോ. ഹി വാസ് റെഡി ടു വെയിറ്റ്. അല്ലാണ്ട് നീ എൻ്റെ കൂടെ സരോവരം ബയോപാർക്കിൽ വരുമോ? നല്ലൊരു സിനിമ കാണും. ബാക്ക് സീറ്റിൽ ആരും ഇല്ലാത്തടത്ത് പോയിരുന്ന ഐസ്ക്രീം നുണയാൻ വരുമോ സഖി? അതെന്താ ചേട്ടാ, എന്റെ ബാഗിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഒരു പത്തെടുത്തിട്ടാ തീരാവുന്ന പ്രശ്നമില്ല. ഐ വിൽ കം ഡെഫിനറ്റ്ലി. അങ്ങനെയൊന്നും പോയി വീട് നോക്കല്ലേ പ്ലീസ്. നമുക്കുണ്ടല്ലോ നമ്മുടെ അഭിമാനം ഏറ്റവും വലുതായിരിക്കണം. ആർക്കും നമ്മുടെ മുക്കിന്റെ അപ്പുറത്തേക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ പവർഫുൾ ലേഡീസ് ആവുന്നത്. മറ്റൊരു ചപലകളാണ് നമ്മൾ. സമൂഹത്തിന് ഞാൻ വെല്ലുവിളിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഇന്റിമേറ്റ് ആയിട്ട് പ്രണയിതാവിന് എന്തും സമർപ്പിക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ അറിയുക. നിങ്ങൾക്കൊരു എന്താ പറയുന്നത്, ചവറിന്റെ വിലയായിരിക്കും അവർ തരിക. ഞാൻ പറഞ്ഞു, ആകർഷണീയത നേടിയെടുക്കുന്നത് വരെയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, നമുക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. കാരണം ഇനി നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ച് നല്ലൊരു പ്രണയിതാവിനെ തിരഞ്ഞെടുക്കല്ല വേണ്ടത്. സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം. എന്നിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സെറ്റിൽഡ് ആയി കഴിഞ്ഞിട്ട് ഇപ്പോഴും വളരെ സ്പാർക്കിംഗ് ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് മനസ്സിലാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താ പറയുന്നത്, ഒരുപാട് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞിട്ട് എന്നിട്ടും ഉണ്ടോ നോക്കല്ല വേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ ആ സ്പാർക്ക് അപ്പോഴും കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഷുവർലി അത് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും, നിങ്ങൾ നേടിയിരിക്കും. അവന് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം, ഇറ്റ് വിൽ ബി എറ്റേണൽ ഫോർ യു. ഓക്കെ, സോ യു പീപ്പിൾ പ്ലീസ് ഡിസൈഡ്. നിങ്ങൾ ഈ എല്ലാ അച്ഛനമ്മമാരുടെ പ്രയത്നങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും ഒക്കെ ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചിട്ട് ഇവന്റെ പിന്നാലെ പോകണമോ, അതോ ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടണം, അവനെ കിട്ടണം എന്നുള്ളതാണോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ദ മാരേജ്. നിങ്ങൾ അതിലേക്കായിരിക്കും ശ്രദ്ധിക്കുന്നത് അല്ലേ? കാരണം നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ
ചെന്ന് വീഴുന്നൊരു പ്രഹേളികയാണ് കല്യാണം എന്ന് പറയുന്നത്. എൻ്റെ വിവാഹം 21ാമത്തെ വയസ്സിലായിരുന്നു. ഞാൻ എൻ്റെ കൊളീഗിനോട് ഞാൻ 21 വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് എ ചൈൽഡ് എന്നാണ് അവർ ഉത്തരം പറഞ്ഞത്. ഞാൻ അന്നും ഒരു കുട്ടിയായിരുന്നല്ലോ, നീ അപ്പത്തേക്ക് കെട്ടിയോ? 21 വയസ്സാണേ. അപ്പൊ ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി ഭാര്യമാരെയൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ വിഷമാണ്. അവരനുഭവിക്കുന്ന ക്രൈസിസ്, അവരുടെ സ്ട്രഗിൾസ്, അവരുടെ മുഖത്ത് ഫേഷ്യലിന്റെ നിറം മങ്ങുന്നത് വരെ മാത്രം കണ്ടുവരുന്ന ഒരു ചിരി, സന്തോഷം. ഒരു പുതിയ ലൈഫിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനും, അവിടെ സന്തോഷിപ്പിക്കും, ഇവിടെ സന്തോഷിപ്പിക്കണം, ടീച്ചേഴ്സിനെ സന്തോഷിപ്പിക്കണം, നമ്മൾ സ്വയം സന്തോഷിക്കണം, പഠിക്കണം, അസൈൻമെന്റ് ചെയ്യണം, പ്രോജക്റ്റ് ചെയ്യണം. ടു മച്ച് ഫോർ എ ടീനേജ് ഗേൾ. എന്താണ് സൊല്യൂഷൻ? നിങ്ങളുടെ സൊല്യൂഷൻ എന്താണെന്ന് എനിക്കറിയാം. പാരന്റ്സിനെ വിളിച്ചു വരുത്തി ഇതുപോലെ ഒന്ന് പറയുക എന്നുള്ളതായിരിക്കും. തീർച്ചയായിട്ടും നമ്മളത് ട്രൈ ചെയ്യും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്കൊരു ഡിസിഷൻ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി സ്ട്രഗിൾ ചെയ്യണം കേട്ടോ. എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന് പറയും. അപ്പൊ അച്ഛനും വീഴോ എല്ലാ പിള്ളേരും പറയണല്ലേ, ചെറുക്കനാട്ടോ കുഴപ്പമില്ല, അങ്ങനെ വീണു പോകുന്നില്ല. ചെറുക്കന്മാർ മഞ്ചന്മാർ ഇനി വരുന്നേ, ഡോണ്ട് വരി. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. കേരളത്തിലെ സെക്സ് റേഷ്യോ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനും അഭിപ്രായം പറയാനും ഉള്ളൊരു പവർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി സ്ട്രഗിൾ ചെയ്യണം, പരമാവധി നിങ്ങൾ പിടിച്ചു വെക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ വിവാഹിതരാവാതിരിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിക്കാഹ് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടല്ലോ, പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണം. അത് നല്ലൊരു ഡീലല്ലേ? അല്ലേ? അത് പോസിബിൾ അല്ലാത്തൊരു സാഹചര്യത്തിൽ, സപ്പോസ് നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യില്ല. പിന്നെ നിങ്ങൾ കോളേജിലൊക്കെ വല്ലപ്പോഴും പോവാം, അറ്റൻഡൻസ് ഒക്കെ ഇട്ട് തന്നാൽ നല്ലതായിരുന്നു മിസ്സേ. ഞങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി മിസ്സിനൊന്നും അറിയില്ല. ഞാൻ വന്നില്ല മിസ്സേ, ഞാൻ പ്രോജക്റ്റ് ചെയ്തില്ലേ, ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഞാൻ ചെയ്തില്ലേ എന്നൊക്കെ കുട്ടികൾ ചോദിക്കാം. ആക്ച്വലി നമ്മളാരും ഭാര്യമാരെ പഠിപ്പിക്കാനല്ല കേട്ടോ വരുന്നത്, ഭാര്യമാരെയല്ല പഠിപ്പിക്കേണ്ടത്, കുട്ടികളെ പഠിപ്പിക്കാനാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ട്രഗിളിലൂടെ തന്നെ കടന്നു പോവേണ്ടി വരും. അതൊരിക്കലും നമുക്ക് തടയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കും, അമ്മായിയമ്മയെ സന്തോഷിപ്പിക്കുന്നതും ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നതും വീട്ടിൽ അടുക്കള പണി ചെയ്യുന്നതും മാത്രമാണ് എന്റെ ഇനിയുള്ള കടമ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാതെ ആ പൂർത്തിയാക്കേണ്ട പഠനം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ദാറ്റ് ഈസ് യുവർ ഡ്രീം. Nobody is concerned about your dream. That is you who is concerned. നിങ്ങളുടെ പ്രശ്നമാണത്. നിങ്ങളുടെ പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ തന്നെ പര്യാപ്തരായേ പറ്റുള്ളൂ. കാരണം മലപ്പുറത്തിന്റെ ഒരു പ്രശ്നമാണിത്. അതൊരു വലിയ സോഷ്യൽ ഇഷ്യൂ ആണ്. പണ്ട് 14 വയസ്സിലുള്ളത് 18 വയസ്സിലാക്കുന്നു, അത്രേ വ്യത്യാസമുള്ളൂ. പണ്ട് പ്യൂബർട്ടി ആയിരുന്നു അത്ര ഏജ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. നിങ്ങൾ വല്ല വിധേനയും പഠിക്കുക, അതിന് പൊരുതുക, വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ പൊരുതി ജീവിത വിജയം നേടുകയും ഇന്ന് ആ ശമ്പളം കൊണ്ടുപോയി ഹസ്ബൻഡിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുകയും, നിർബന്ധമൊന്നുമില്ല കേട്ടോ, അന്ന് വെച്ചു കൊടുക്കാറില്ല, ചെയ്യണമെന്നില്ല, ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതാ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ കൊണ്ടുപോയി വെക്കുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള അമ്മായിയമ്മയ്ക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി കൊടുക്കുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂത്തച്ചിയൊക്കെ ഇങ്ങനെ പണിയെടുത്ത് ഭ്രാന്തായി നിൽക്കുമ്പോൾ ഹായ് മൂത്തച്ചി, ഇതിന് ഞാൻ നൈറ്റി വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ സ്വന്തം പണം കൊണ്ട് മേടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതിന് പകരം വെക്കാൻ വേറെ ഒന്നിനും നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് സുഖമില്ലാതാവുമ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് മരുന്ന് വാങ്ങുകയും ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ we will be getting some kind of happiness. ആ ഹാപ്പിനെസിന് പകരമല്ല നിങ്ങൾ ബിരിയാണി വെക്കാൻ പഠിച്ചാൽ അവന്റെ മുഖത്തുണ്ടാവുന്ന ചിരി. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സ് വിവാഹിതരായി എന്ന് തന്നെ വെക്കട്ടെ. കുറെ പേരെങ്കിലും വിവാഹിതരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഇതുവരെയുള്ള ലൈഫിന്റെ കൂടെ ഒരു ബേർഡനും കൂടെ കൂടി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങളുടെ പ്രയോറിറ്റിയിൽ നിന്ന് നിങ്ങൾ ഒരു ഇഞ്ച് പോലും വ്യതിചലിക്കാതിരിക്കുക. എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ പഠിക്കുക. പഠനത്തെ കൂടുതൽ സീരിയസ് ആക്കേണ്ട ആൾക്കാർ
ഉണ്ടല്ലേ? തമാശ വന്നതാണ്. എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വീട്ടിൽ കുടുങ്ങിപ്പോയാൽ കുടുങ്ങിയതാണ്. നിങ്ങൾ ലൈഫ് കണ്ടിന്യൂസ് ആണ്, എന്താ പറയുന്നത്, വളരെ ഡൈനാമിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. യു ഷുഡ് കണ്ടിന്യൂ ലേണിംഗ്. നിങ്ങൾ യു ഹാവ് ടു കോൺകർ ഹൈറ്റ്സ്. ഓക്കെ, അപ്പൊ അവിടെ സ്റ്റോപ്പ് എന്ന് പറയുന്നൊരു പ്രശ്നമില്ല. ഇനി ഞാൻ എൻ്റെ മാരീഡ് വിമനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തോളെ. യു ആർ സോ ബ്ലെസ്ഡ്. വൈ യു നോ? നിങ്ങൾ PG കഴിയുമ്പോഴത്തേക്കിനും നിങ്ങളുടെ പിള്ളേരെ LKG എത്തും. Directly going for a job. Wow. Is that great? No. Why? PG കഴിഞ്ഞു, നെറ്റ് ക്വാളിഫൈഡ് ആയി, ഡയറക്റ്റ്ലി വേഗം ജോലിക്ക് കയറാം, പിള്ളേരെ കൊണ്ട് സ്കൂളാക്കാം. അപ്പോഴത്തേക്കിനും എന്താണെന്നറിയോ? PG കഴിഞ്ഞിട്ട് മറ്റവര് ഫുൾ ടേം ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് കുറേ കാലത്ത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടായിരിക്കും അവർ ജോലിക്ക്. നിനക്ക് ഒരു ജോലി ആയില്ല എന്നൊക്കെ അവരോട് ചോദിക്കണം. നിനക്ക് നീ നല്ല പഠിക്കുമായിരുന്നല്ലോ, നിനക്ക് ഇതിന് ജോലി ആയില്ല. എൻ്റെ മോൻ LKG-യിലാണ്, ഞാൻ അവനെ ആക്കിയിട്ടാണ് വരുന്നത് ജോലിക്ക്. LKG-യിലാക്കിയിട്ട് ജോലിക്ക് വരാൻ എന്ത് വേണമെന്ന് അറിയോ? ഡിഗ്രി പാസ്സാവണേ ഫസ്റ്റ്, പിന്നെ PG, പിന്നെ നെറ്റ്. അപ്പൊ പഠനം അവസാനിക്കുന്നില്ല കേട്ടോ മക്കളെ. അപ്പം ഒരുപാട് സമയമായി തോന്നുന്നു. പറഞ്ഞ